ശെറ്റപ്പോ നിങ്ങളത് അതിന് വരെ പേരെന്തെങ്കിലും ആലോചിച്ച് നോക്കി. ആഹോ സ്ഥിരം കിട്ടണ ലെവൽ 3. എന്റെ അമ്മേ. Bluetooth device is connected successfully. 你还没给，赶紧给我送6个啤酒啊！你还没给兄弟们放个，不错。അതെ ഒരുമിച്ച് കത്തിയതേക്ക് ഇതെന്താണ് പാകിസ്ഥാനിലേക്ക് വിടാൻ പറ്റാണ് മറ്റേ മിസൈലോ? പണ്ട് മറ്റേ പ്രൈവറ്റ് ബസ്സിലൊക്കെ മറ്റേ ഗിയറിന്റെ ലിവർ സാനിറ്റ് വയ്ക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുന്നിക്കുരുമാല അത് ഇതൊക്കെ കഴപ്പെന്ന് പറയാൻ പറ്റുള്ളൂ ഗൈസ്. ഇതുപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോ തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് എന്തോരം വലിയ സീരിയസ് ആരാന്നറിയോ? അവന് നടുവിലെല്ലാം പറ്റിക്കഴിഞ്ഞാണല്ലോ ഈ കാഴ്ചമാരൊന്നും ഉണ്ടാവൂല. എന്റെ അമ്മേ, ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞ തന്തിലായ്മ എന്ന് പറയേണ്ടി വരും. വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇങ്ങനെയുള്ളമാരെ കൂട്ടുകാരന്മാരായിട്ടൊന്നും വെച്ചോണ്ടിരിക്കരുത്, കളഞ്ഞേക്കണം. അവന്മാര് ഇതിന് വലിയ പണി തരും. ഇത് അടുത്ത വലിയ കുഴപ്പം. ഇത് പൊതുവെ ബസ്സുകാർക്കുള്ളതാണ്. എന്റെ അമ്മേ, അതൊന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരില്ല ഇപ്പൊ. അത് എത്ര സ്പീഡിലായിരിക്കും പോകുന്നത്? മിനിമം ഒരു 120. എന്റെ അമ്മേ, ബസ്സിലിരിക്കണവരാണ് കൈയടിക്കുന്നേ. ഓവർടേക്ക് ചെയ്യാനുള്ള മത്സരം കണ്ടാണ് കാണുന്നത്. റോഡിന് പുറത്തെത്തി. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവൂല. നല്ല രസം ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതിലേം പറ്റിക്കഴിഞ്ഞാൽ. ആ ഒരാളുടെ ചില്ലറ കഴിപ്പ് കാരണം ബാക്കിയുള്ളവരുടെ കുടുംബജീവിതം വരെ പോകും. കയ്യടിക്കണ്ട ബാക്കിയുള്ളവന്മാര്, പിന്നെ എങ്ങനെ മരലൊക്കെ പോലത്തെ മുഴുവൻ അങ്ങനെയുള്ളവന്മാര്. എടാ പൂച്ചയുടെ വയറ് മാത്രം ഇങ്ങനെ കുലിക്കണവൻ നല്ല രസമുണ്ടല്ലേ? ഈച്ചേനെ പിടിക്കാനാന്ന് തോന്നുന്നു. പിടിച്ച് 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 പൂച്ചയുടെ റിഫ്ലക്സ് ആന്ന് തോന്നുന്നു. മറ്റേ പൂച്ച ഒന്ന് കണ്ടൂല, മറ്റേ പേടിച്ചു പോയറ. പേടിയുണ്ട് കൈതൊന്നും മാർക്ക്. പേടിയുണ്ട്, പേടി ഇല്ലാതൊന്നുമല്ല, പക്ഷെ ആവശ്യമില്ലാത്ത തന്നെയാണ് പേടി.